ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. 1. ഓർബിറ്റൽ എന്ന നോവലിന് 2024 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്ക്? സാമന്ത ഹാർവേ. 2. UN-ൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ്. 3. ഇന്ത്യയുടെ പുതിയ CAG സഞ്ജയ് മൂർത്തി. 4. മിഗോങ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. 5. IAF വേൾഡ് സ്പേസ് അവാർഡ് 2024 ലഭിച്ചത് ആർക്ക്? S. സോമനാഥ്. 6. 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 നടന്നത് ഏത് രാജ്യത്ത്? റഷ്യ. 7. ജോൺ മഹാമ ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഘാന. 8. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്? മിഥുൻ ചക്രവർത്തി. 9. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം 2024 ലഭിച്ചത് ആർക്ക്? മിഷേൽ ബാഷ്ലെറ്റ്. 10. ഈ അടുത്ത് റംസാർ സൈറ്റിൽ ഇടം പിടിച്ച പക്ഷി സങ്കേതങ്ങൾ. നാഞ്ചിനാട്, കഴുവേലി പക്ഷിസങ്കേതം. രണ്ടും തമിഴ്നാട്ടിലാണ്. 11. 2025 പ്രവാസി ഭാരതീയ ദിവസ് നടന്നത് എവിടെ? ഭുവനേശ്വർ. 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസാണ് സമ്മേളനമാണ് നടന്നത് ഒറീസയിലെ ഭുവനേശ്വറിൽ. 12. 2025 ആസിയൻ സമ്മേളനം നടന്നത് ഏത് രാജ്യത്ത്? മലേഷ്യ. 13. ഏത് സംസ്ഥാനത്താണ് ഈ അടുത്ത് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത്? ഒഡീഷ. 14. എത്ര മീറ്റർ ദൂരമാണ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞത്? 89.45 മീറ്റർ. 15. 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഗുൽസാർ ജഗദ്ഗുരു രാമഭദ്രാചാര്യ. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരമായിരുന്നു 2024 പ്രഖ്യാപിച്ചത്. 16. 76ാമത് റിപ്പബ്ലിക് ദിനം 2025 മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ. 17. ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 116. 18. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ സ്പർശ്. 19. ഇന്ത്യയിലെ ആദ്യ സബ്മറൈൻ ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. 20. 2024 ലോക പത്രമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. 21. കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. 22. 2024 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്? R. രാമചന്ദ്രൻ നായർ. 23. ലക്ഷദ്വീപിൽ പ്രവർത്തനമാരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏത്? HDFC. 24. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്ന മത്സര ഇനങ്ങൾ: ഫ്ലാഗ്, ഫുട്ബോൾ, ലക്രോസ്, സ്ക്വാഷ്, ക്രിക്കറ്റ്, ബേസ്ബാൾ. 25. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീപ്പ് വാട്ടർ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് എന്ന്? 2023 സെപ്റ്റംബർ 19. 27. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര്? സംവിധാൻ സദൻ. 28. നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ? AM ഖാൻവിൽക്കർ. 29. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? കർണാടക. 30. സുസ്ഥിര ടൂറിസത്തിന്റെ രാജ്യാന്തര വർഷം? 2027. 31. വനിതാ കർഷകരുടെ രാജ്യാന്തര വർഷം? 2026. 32. 2024
80-ാം വാർഷികം ആഘോഷിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ബാല്യകാല സഖി. 33 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി കെ ജയകുമാർ. 34 2024 പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ്. 35 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രഞ്ച് നഗരം സ്ട്രാസ്ബർഗ്. 36 ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? ഡൽഹി. 37 ലോകത്തെ ആദ്യ ഇക്കോ സിറ്റി ഒരുങ്ങുന്ന രാജ്യം സൗദി അറേബ്യ. 38 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി. 39 തുടർച്ചയായി 8 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 40 കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. 41 ഗില്ലൻ ബാരി സിൻഡ്രോം രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെ? പൂനെ. 42 വയനാട്ടിലെ കടുവ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനം വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതി മിഷൻ FFW. 43 സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. 44 കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ 200-ാം ജന്മവാർഷികമാണ് 2025 ജനുവരി 7 നടന്നത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 200-ാം ജന്മവാർഷികമാണ് 2025 ജനുവരി 7 നടന്നത്. അദ്ദേഹം ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ 1825-ലാണ്. 1825 കാർത്തികപ്പള്ളി താലൂക്കിലാണ് ജനിച്ചത്. 1825 ജനുവരി 7. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കല്ലിശ്ശേരി വേലായുധ ചേകവർ. അച്ചിപ്പുടവ സമരം, മൂക്കൂത്തി സമരം തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകി. അച്ചിപ്പുടവ സമരം, മൂക്കൂത്തി സമരം തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. 1874 ജനുവരി 3 കായംകുളം കായലിലൂടെ ബോട്ടിൽ സഞ്ചരിക്കവേ 49-ാം വയസ്സിൽ വധിക്കപ്പെട്ടു. സവർണ മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ട കേരളത്തിലെ ആദ്യ സാമൂഹിക വിപ്ലവകാരിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. ഇനി 45 ഖേൽ രത്ന ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഗുകേഷ്. ചെസ്സിലാണ് അദ്ദേഹത്തിന് ഖേൽ രത്ന ലഭിച്ചത്. 18 വയസ്സിലാണ് ഖേൽ രത്ന ലഭിക്കുന്നത്. ഖേൽ രത്ന ജേതാക്കൾ ആരൊക്കെയാണ്? മനു ഭാക്കർ. 2024 ഖേൽ രത്നയാണ് കേട്ടോ. 2024 മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ, പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്, പിന്നെ ഗുകേഷ് ചെസ്. അപ്പം 2024 ഖേൽ രത്ന ലഭിച്ച ആൾക്കാരാണ് ഇവരെല്ലാം. 47 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 48 ലോകത്ത് വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളുടെ പട്ടികയിൽ 1ാമത് ലാഹോർ. പാകിസ്ഥാനിലെ ലാഹോറാണ് ലോകത്ത് വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളുടെ പട്ടികയിൽ 1ാമത് വന്നത്. 49 ചൈന ആദ്യമായി രാജ്യത്തിന് പുറത്ത് അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് എവിടെ? അന്റാർട്ടിക്ക. 50 ഡിസംബർ 21 ഏത് ദിനമായാണ് UN പൊതുസഭ അടുത്തിടെ പ്രഖ്യാപിച്ചത്? ലോക ധ്യാന ദിനം. ഡിസംബർ 21 ലോക ധ്യാന ദിനമായിട്ട് UN പൊതുസഭ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറണ്ട് അഫയേഴ്സ്.